പെഡിക്യൂറും മാനിക്യൂറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പെഡിക്യൂറിന്റെയും സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഒരു ഭാഗം തന്നെയാണല്ലോ. അതും ഇതുപോലെ കാലിറക്കി വെച്ച് വെള്ളത്തിൽ നമ്മുടെ അതിനും പ്രത്യേക മെഷീൻ ഉണ്ട്. പെഡിക്യൂറിന് ഉപയോഗിക്കുന്ന അതേ മെഷീനാണോ മാനിക്യൂറിന് ഉപയോഗിക്കുന്നത്? ഇല്ല, പെഡിക്യൂറിന് ഉപയോഗിക്കുന്ന ഏതൊന്നും മാനിക്യൂറിന് ഉപയോഗിക്കില്ല. ഈ മെറ്റീരിയൽസ് ഇല്ല, അതിന് സെപ്പറേറ്റ് ആണ്. അതിന്റെ ക്രീം വരെ സെപ്പറേറ്റ് ആണ്. അതിനുള്ള എക്യുപ്മെന്റ്സും എല്ലാം സെപ്പറേറ്റ് ആണ്. ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ സെൽസ് അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കിൻ ഡെഡ് ആയിരിക്കുന്ന സ്കിൻ റിമൂവ് ആവും. ഈ സ്കിൻ നമ്മുടെ ശരീരത്തിലുള്ള ഡെഡ് സ്കിൻ നമ്മളത് സ്ക്രബ് ചെയ്ത് മാറ്റി മസാജിങ് ക്രീം ഇട്ട് അതിന്റെ അതായത് പോയിന്റ് ഉണ്ട്, ഒത്തിരി പോയിന്റ്സ് ഉണ്ട് ശരീരത്തിൽ. ആ പോയിന്റ്സിലെല്ലാം നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തു കഴിയാൻ നേരത്ത് രക്തോട്ടം കൂടുകയാണ്. അപ്പൊ അതനുസരിച്ചിട്ട് വികാസം ഉണ്ടാവും. ഗ്ലേസിംഗും വരും, മിനുസും വരും. ഇത് ഫേസുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെങ്ങനെ ഒരു ക്യൂർ സിസ്റ്റം ഇതുവരെ വന്നിട്ടില്ല. ഫേസായിട്ട് വന്നാൽ ഫേസിനാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്നതും ഫുൾ ബോഡി സ്ക്രബിങ് ഉണ്ട്. സെയിം ഇത് തന്നെ. ഇവിടെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സ്റ്റീം അങ്ങനെയുള്ള സ്റ്റീം മസാജ് അങ്ങനെയുള്ള നമ്മുടെ ഫുൾ ബോഡി സ്റ്റീം ഉണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. ഫുൾ ബോഡി സ്ക്രബിങ് ഉണ്ട്, ഫുൾ ബോഡി സ്പാ ഉണ്ട്. ഫുൾ ബോഡി സ്പാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതികളാണോ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നത്? ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഈ ഫുൾ ബോഡി സ്പായ്ക്ക് ഉപയോഗിക്കുന്ന ഓയിൽസ് എന്തൊക്കെയാണ്? ഓയിൽസ് ആയുർവേദിക്കിന്റെ ഉണ്ട്. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ളത്? ആയുർവേദിക്കിന്റെ ഒറ്റ പ്രൊഡക്റ്റിലാണ് നമ്മൾ വരുന്നത്. പിന്നെ മറ്റേ കോട്ടയ്ക്കൽ അവിടെ നിന്ന് നമുക്ക് ഇതിനു വേണ്ടി തന്നെ കിട്ടുന്നുണ്ട്. അത് കൂടാണ്ട് ഇപ്പൊ നമുക്ക് വെസ്റ്റേൺ സ്പാ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നല്ല ഒരു വെസ്റ്റേൺ സ്പാ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നമ്മുടെ ആയുർവേദിക് സ്പാ. ഇല്ല, അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് പോയതല്ലേ വെസ്റ്റേൺ? ഇല്ല, വെസ്റ്റേൺ വന്നിട്ട് സ്മൂത്താണ്. നമ്മുടെ കേരള ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർഡാണ് മസാജ്. നമ്മളൊരു ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. വെസ്റ്റേൺ കൺട്രീസിൽ അവർക്ക് ഒരു റിലാക്സിങ് വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ബോഡിയിലുള്ള അസുഖങ്ങൾ മാറ്റില്ല. അവർക്ക് ആ സമയത്ത് ഒരു റിലാക്സിങ്, ഒരു കംഫർട്ടും ഒരു റിലാക്സേഷൻ അത്രേ ഉള്ളൂ അവർക്ക്. പക്ഷെ നമ്മളെ കേരള ട്രഡീഷൻ അനുസരിച്ചിട്ട് ചെയ്യാൻ നേരത്ത് വല്ല പെയിൻ ഉണ്ടെങ്കിൽ അതിനും കൂടി കണ്ടുകൊണ്ടാണ്. അത് മാത്രമല്ല കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദിക്കില് ഒരുപാട് ഓയിൽസും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വെസ്റ്റേണിൽ ഓയിൽസ് കുറവാണ്. ഓയിൽസ് എന്ന് വെച്ചാൽ അവര് അതിന്റെ സത്തിന്റെ എസെൻസ് ആണ് അവര് ചെയ്യുന്നത്. കാരണം ഇപ്പൊ എസെൻസ് ഇപ്പൊ നമ്മളിതിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്മെല്ല് ഉണ്ടാവും. അവർക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ മാത്രം മതി, ആ ഒരു ഫ്രാഗ്രൻസ് ആ സമയത്തുള്ള ഒരു ഫ്രീ ആയി അത്ര ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഹെയർ സ്പാ ഏതെല്ലാം വിധത്തിലാണ്? ഹെയർ സ്പാ നമ്മുടെ ഹെയറിന് പല ഇതാണ് പൊട്ടിപ്പോകുന്നുണ്ട്, പിന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അത് മാഡത്തിന് ഈ ലേഡീസിനെ സംബന്ധിച്ച് ഹെയർ സ്പാ ഏതെല്ലാം വിധത്തിലാണ് ഇവിടെ ചെയ്യുന്നത്? ഇപ്പൊ ഡ്രൈ ഹെയർ ആണെങ്കിലും പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് പോണ ഹെയറിന് അപ്പൊ അതനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഓരോരുത്തരുടെ ഹെയർ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യും. ഹെയർ സ്ട്രൈറ്റനിങ്ങിൽ എന്തെങ്കിലും പ്രത്യേകത, ഇവിടുത്തെ പ്രത്യേകത എന്തെങ്കിലും ഉണ്ട്? ഏതെല്ലാം കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത്? അത് ഓരോ അത് ശരീരത്തിന്റെ എന്തെങ്കിലും ദോഷം വരുന്നില്ല? ഇല്ല, നമ്മളത് ചെയ്യുമ്പോ സ്കാൽപ്പിലും മുട്ടിച്ചല്ല ചെയ്യണത്. സ്കാൽപ്പിൽ മുട്ടിയാലാണ് ആ ഹെയറിന് കംപ്ലൈന്റ് വരുള്ളൂ. ഈ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര കാലം അതുപോലെ നിലനിൽക്കും? അതിപ്പോ വളർന്ന ഹെയർ മാത്രമേ ഇതായിട്ട് വരുള്ളൂ, കേളായിട്ട് വരുള്ളൂ. അല്ലാതെ ഉള്ള ഹെയർ അങ്ങനെ തന്നെ സ്ട്രെയിറ്റ് ചെയ്ത ഹെയർ അത്രയും നാളും അങ്ങനെ കിടക്കും. ലേഡീസിന് ഏതെല്ലാം വിധത്തിലുള്ള ഹെയർ കളേഴ്സ് ആണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്? മിക്കവരും ഗാർണിയറിന്റെ ബ്ലാക്ക്, പിന്നെ ഡാർക്കസ്റ്റ് ബ്രൗൺ, പിന്നെ പീകോക്ക് ബ്ലൂ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കളേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ കുറവാണ്. വിദേശികൾ കസ്റ്റമേഴ്സായി ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. അവര് കൂടുതലും കളറിങ് അങ്ങനെ ചെയ്തിട്ടില്ല. അവര് കൂടുതലും പെഡിക്യൂറ്, മാനിക്യൂറ്, ഹെയർ കട്ടിങ് അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത്. ആയുർവേദിക് സ്പായ്ക്ക് വരാറുണ്ട്. പക്ഷെ അവർക്ക് നമുക്കൊരു ജർമ്മൻ കമ്പനിയായിട്ട് ഒരു ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഗ്ലോബൽ വേദ എന്ന് പറഞ്ഞു, അവരൊരു ടൂറിസം കമ്പനിയാണ് അവർ. അപ്പൊ അവരുടെ ഗസ്റ്റ് ഇവിടെ വരുമ്പോ നമ്മളിവിടെ അവരുടെ ഗസ്റ്റ് വരും, താല്പര്യമുള്ള ഗസ്റ്റിനെ അവർ വിടും. ലേഡീസും ജെന്റ്സും വരാറുണ്ട്. കൂടുതലും ഞാനിപ്പോ ഒരു പ്രത്യേകത പറഞ്ഞിട്ട് അവിടുത്തെ കൂടുതലും പ്രായമുള്ള സ്ത്രീകളെ വരുന്നത്. അവരിപ്പോഴും അവരുടെ കാര്യം കഴിഞ്ഞാൽ അവർക്ക് പെഡിക്യൂറും മാനിക്യൂറും ആണ് മെയിൻ ആയിട്ട്. കാരണം അവർ അത്രയ്ക്ക് നീറ്റായിട്ടാണ്. നമ്മളിവിടെ അത്ര ട്രെൻഡിലേക്ക് വന്നിട്ടില്ല ആൾക്കാർ. അവരത്ര പ്രായം ഉണ്ടെങ്കിലും അവരാ കാലും കൈയും പെഡിക്യൂറും മാനിക്യൂറും അവരതാണ് മെയിൻ ആയിട്ട് നോക്കും. ചെറിയ ബ്യൂട്ടി ക്ലിനിക്കിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ഇപ്പൊ ഏറ്റവും വന്നത്
ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്. അത് ഗ്യാരണ്ടിയോടെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. എന്ത് തരത്തിലുള്ള ഗ്യാരണ്ടിയാണ്? ഗ്യാരണ്ടി അതിപ്പോ ഒത്തിരി പേര് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു 1000 ആൾക്കാരുണ്ടാവും ഞങ്ങളൊരു അറിവിൽ തന്നെ ഇവിടുന്ന് പോയേക്കണം. ഈ 3 വർഷം കൊണ്ട് ഇത്രയും പേർക്ക് ഞാൻ ഗ്യാരണ്ടി ആയിട്ടൊരു 3 സിറ്റിങ്ങിൽ തന്നെ ഡാൻഡ്രഫ് തീർത്ത് കൊടുത്ത് വിടുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഒരു ഓയില്, അതൊരു കെമിക്കലോ ആയുർവേദിക്കോ ഒന്നുമല്ല, ഒരു വൈദ്യുതി കൊണ്ട് തന്നെയാണ്. ഒരു 12 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ ഈ ഇതിൽ വർക്ക് ചെയ്യുന്നത്, അവിടെ 12 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ്. ആ ഡാൻഡ്രഫിന്റെ ഓയിലാണ് നമ്മൾ കൊടുക്കുന്നത്. വൈദ്യൻ സ്വന്തമായിട്ട് അവരൊരു കൊണ്ടുതരുന്നതാണ്, കിട്ടുന്നില്ല. സ്പെഷ്യാലിറ്റി ആണ്. അത് 100% ആണ് റിസൾട്ട്. കാരണം അത് ഞങ്ങൾ അത് ഡാൻഡ്രഫിനെ ഞങ്ങൾ കൊടുത്തിരുന്നേച്ചാണ്. അത് ഡാൻഡ്രഫിന് കൊടുത്തിരുന്നേച്ചാണ്. ഇപ്പൊ ഇവിടുന്ന് കൊച്ചിനെ സംബന്ധിച്ച് ഒത്തിരി കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നുണ്ട് തമിഴ്നാട്ടിലൂടെയൊക്കെ. അപ്പൊ അവിടുത്തെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവരുടെ അമ്മമാരെ അവിടെ നിന്ന് മേടിച്ചിട്ട് പോയി. പക്ഷെ അവരത് ഉപയോഗിച്ചപ്പോ നര മാറുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട് നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് ഡാൻഡ്രഫ് മാത്രമല്ല, നര മാറുന്നു, മുടി വളരുന്നു. അവര് തന്നെ ഇങ്ങനെ റിസൾട്ട് പറഞ്ഞിട്ട് അവര് തന്നെ പബ്ലിസിറ്റി കൊടുത്ത് അവരുടെ ആൾക്കാരും ബന്ധുക്കാരൊക്കെ തന്നെ വന്നങ്ങനെ അതിനുവേണ്ടി തന്നെ ഇപ്പൊ നല്ലൊരു. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് നിങ്ങൾ ചാർജ് ചെയ്യുന്നത് സാധാരണ രീതിയിലാണോ അതോ ചാർജ് വളരെ കൂടുതലാണോ? ഇല്ല, ഞങ്ങൾ എല്ലാവർക്കും ഒറ്റ ചാർജ് തന്നെയാണ്. വിദേശികൾക്ക് സെപ്പറേറ്റ് ചാർജ് ഇല്ല. നമ്മളൊരു മെനു കൊടുത്തിട്ടുണ്ട്. കാരണം സ്ഥിരം വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇതാക്കി വെക്കുന്നില്ല. സ്ഥിരം വരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ചെയ്യുന്നതാണോ? ഇല്ല, അതല്ല, സ്ഥിരം ഒരു മെനു ഉണ്ട്. ആ മെനുവിനാണ് എല്ലാവർക്കും മെനു കടന്നു പോകാറില്ല. ഇല്ല, റേഞ്ച് ലിമിറ്റ് വെക്കുന്നുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. എറണാകുളമൊക്കെ ആണെങ്കിൽ വാക്കിംഗ് കസ്റ്റമറാണ്. കാരണം കോട്ടയം അവിടെ നിന്നൊക്കെ വന്ന് പോകുന്ന ആൾക്കാരാണ്. അന്യ ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും അന്ന് സംസ്ഥാനം വെച്ചാൽ മാംഗ്ലൂരിന്ന് വരുന്നുണ്ട്. അത് ഇവിടെ തന്നെ ഉള്ളൊരു ഇവിടെ ഉണ്ടായിരുന്നാണ്. പിന്നെ അതുപോലെ ബാംഗ്ലൂർ, ബോംബെ. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇത് പറയണെങ്കിൽ ന്യൂസിലാൻഡ്. നിങ്ങളുടെ ഈ ബ്യൂട്ടി ക്ലിനിക് അല്ലെങ്കിൽ ഇത് ഈ ചെറിയ ബ്യൂട്ടി ക്ലിനിക്, ഈ ഫോർട്ട് കൊച്ചിയിലുള്ള ഈ ചെറിയ ബ്യൂട്ടി ക്ലിനിക്കിന്റെ അഡ്രസ് എങ്ങനെയാണ് ബോംബെയിൽ എത്തുന്നത്? ബോംബെയിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഏജൻസി വഴി ഇല്ല, നമുക്ക് വെബ് ഉണ്ട്. അത് കൂടാണ്ട് ഇവിടെ നിന്ന് തന്നെ ചെയ്തിരുന്നിട്ട് പോയവരാണ്. ഇവിടെ IT മേഖലയിൽ പബ്ലിസിറ്റി ആയിട്ടാണ്. IT മേഖലയിൽ ഒത്തിരി കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അവര് സാറന്മാര് പോയിട്ട് അവര് ഇതിനു വേണ്ടി മാത്രം 3 മാസം കൂടുമ്പോൾ വന്ന് പോകുന്നുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളിവിടെ വന്ന് പോകുന്നുണ്ട്. ഓസ്ട്രേലിയ, അങ്ങനെ ദുബായ്, അങ്ങനെ പുറത്ത് പഠിക്കാൻ പോണ കുട്ടികളും വർക്ക് ചെയ്യണ കുട്ടികളൊക്കെ നമ്മളിവിടെ നാട്ടിൽ വന്നാൽ അവരിവിടെ വരുള്ളൂ. അപ്പൊ അത്ര നല്ല ട്രീറ്റ്മെന്റ് ആണ് അവർക്ക്. അത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് ഒരു നമുക്കൊരു ഇത് പ്ലസ് പോയിന്റ് വന്നിരിക്കുന്നത്. അതാണ് കാരണം ഇവിടെ വന്ന ഒരാള് പിന്നെ വീണ്ടും വേറെ സ്ഥലത്തേക്ക് പോകുന്നില്ല. സ്വന്തമായി വെബ് ഐഡി ഉണ്ടെന്ന് പറഞ്ഞു. വെബ് ഐഡി എന്താണ്? cherryabeautyclinic.com. cherryabeautyclinic.com. ഈ വെബ്സൈറ്റ് വഴി വിദേശികളും മറ്റുള്ള നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെയും കസ്റ്റമേഴ്സ് ആയിട്ട് കിട്ടാറുണ്ട്. ഇതിന്റെ ഇതുമായിട്ട് അനുബന്ധിച്ച് മറ്റെന്തെങ്കിലും ഇവിടെ നടത്തുന്നുണ്ടോ ബിസിനസ്? ബിസിനസ് എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ യോഗ ക്ലാസ് നടക്കുന്നുണ്ട്. യോഗ മാസ്റ്റർ ഗോകുൽദാസ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ ക്ലാസ് നടക്കുന്നുണ്ട്. എത്ര നേരമാണ് അത്? രാവിലെ 5 മണി തൊട്ട് 6 മണി വരെ, 6 മണി തൊട്ട് 7 മണി വരെ. മെഡിറ്റേഷൻ യോഗയാണ്. പിന്നെ ഉച്ചക്ക് ഒരു ക്ലാസ് ഉണ്ട്. മെഡിറ്റേഷൻ പ്രാണായാമം. അത് മൊത്തം യോഗയുടെ അത് മൊത്തം പുള്ളിയാണ് നോക്കുന്നത്. വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ്. കാരണം അസുഖങ്ങളുള്ളവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റും ഉണ്ട്, അല്ലാണ്ട് യോഗയായിട്ടുള്ള. ഏത് പ്രായക്കാരാണ് ഇവിടെ പൊതുവെ വരുന്നത് ആ കസ്റ്റമേഴ്സ്? ഇവിടെ ഇപ്പൊ ഒരു സ്കൂൾ കുട്ടികൾ 2 പേരുണ്ട്. പിന്നെ മുതിർന്നവരും ജോലിക്ക് പോകുന്നവരും. ഈ ഒരു ബ്യൂട്ടി ക്ലിനിക് സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിൽ ഇതില് താങ്കളുടെ അച്ഛനും അമ്മയുടെയും സപ്പോർട്ട് എത്ര മാത്രമുണ്ട്? അവരാണ് ഞങ്ങൾക്ക് 100% ആയിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്. അച്ഛനും അമ്മയും തന്നെയാണ് ഞങ്ങൾ ഈ പാർലർ ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങൾ 2 അച്ഛനും അമ്മമാരും ഉണ്ടായിരുന്നു. അവരാണ് പാർലർ ഉദ്ഘാടനം ചെയ്തത്. എൻ്റെ അമ്മയുടെ കുറെ സപ്പോർട്ട് കൂടിയാണ് ഈ ഒരു ബ്യൂട്ടീഷ്യൻ പഠിപ്പിക്കാൻ തന്നെ തീരുമാനം എടുത്തത്. കൂടെയാണ് ഞങ്ങൾ അവരുടെ കൂടെയാണ് താമസിക്കുന്നത്. ചെറിയ ബ്യൂട്ടി ക്ലിനിക്കിന് മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ട്? സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ ഇവിടുത്തെ പല പ്രമുഖ സംഘടനകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ഒരു നമ്മളെ കൊണ്ടുവരുന്ന കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അത് കൂടാണ്ട് ബ്രൈഡൽ മേക്കപ്പ് നമ്മൾ പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ യാതൊന്നും മേടിക്കാണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഫുൾ വിങ്ങിൽ തന്നെ അത് ചെയ്ത് കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് അത് വളരെ സന്തോഷം. കാരണം അവരൊരു സ്പെഷ്യൽ ഡേ ആണ്. പൈസ ഇല്ലാത്തൊരു കാരണത്താൽ അത് മുടങ്ങണ്ടെന്നുള്ളൊരു ധാരണ തന്നെ ഫുള്ളായിട്ട് ഒരു കുറവില്ലാണ്ട് തന്നെ ചെയ്ത് നല്ല കാര്യമാണ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും ഈ വിലയേറിയ സമയം
നമ്മോടൊപ്പം പ്രേക്ഷകർക്ക് വേണ്ടി സൗന്ദര്യ വാർത്തക കാര്യങ്ങളെ കുറിച്ച് വളരെ പ്രതിപാദിച്ചതിനും വളരെ വിശദീകരിച്ചതിനും വളരെ നന്ദിയുണ്ട്. നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. We will meet again in the next episode. Goodbye.